നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ഗംഭീരമായ കഥാവിശകലനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നറുട്ടോയുടെ ലോകം തന്നെ മാറ്റിമറിച്ച, ലോകമെമ്പാടുമുള്ള ആനിമെ ആരാധകർക്ക് എക്കാലത്തും പ്രിയപ്പെട്ട ഒരു ഇതിഹാസ നിഞ്ചയെക്കുറിച്ചാണ്. അതെ, ദ ഗാലന്റ് സേജ് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ജിറയ്യ. ഈയൊരു യാത്ര തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പഴയ ഓർമ്മകൾ കൊണ്ടുവരും, ഉറപ്പാണ്. ജിറയ എന്ന വ്യക്തിത്വത്തിലെ മനോഹരമായ വൈരുദ്ധ്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തുടക്കത്തിൽ വെറുമൊരു ഹാസ്യകാരനായി വന്ന് തന്റെ തമാശകൾ കൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആ മനുഷ്യൻ ഒടുവിൽ തന്റെ മരണം കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമാണ് തകർത്തു കളഞ്ഞത്. അദ്ദേഹം വെറുമൊരു ഇതിഹാസമല്ലായിരുന്നു കേട്ടോ, വളരെ മികച്ചൊരു ഗുരുവും പ്രശസ്തനായ ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു. എന്നാൽ ഇതിലെല്ലാം ഉപരി അദ്ദേഹം നരുട്ടോയുടെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു. ഭാഗം 1. മാറ്റിമറിച്ച നിഞ്ച അഥവാ ജിറയയുടെ തുടക്കം. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിലേക്ക് നമുക്കൊന്നു പോയി നോക്കാം. ജന്മനാ ഒരു അതിശക്തനായ നിഞ്ചയൊന്നുമല്ലായിരുന്നു പുള്ളി. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് മാത്രമാണ് സുനാഡിക്കും ഒറച്ചിമാരുവിനുമൊപ്പം അദ്ദേഹം ആ ഇതിഹാസ സാന്നിനുകളിൽ ഒരാളായി മാറിയത്. പക്ഷേ മഹത്തായ ആ നിഞ്ച യുദ്ധം ഈ 3 പേരെയും എത്രത്തോളം ആഴത്തിലാണ് ബാധിച്ചത് എന്നതായിരുന്നു ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ ക്രൂരമായ യുദ്ധത്തിനുശേഷം ഒറച്ചുമാരോ അധികാരവും കൂടുതൽ ശക്തിയും തിരഞ്ഞെടുത്തു. സുനാഡയാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ മരണമുണ്ടാക്കിയ വേദനകളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജിറയ്യ എന്താണ് ചെയ്തത്? അദ്ദേഹം തിരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തവും ഉദാത്തവുമായ ഒരു വഴിയായിരുന്നു. അതെ, സമാധാനത്തിന്റെ വഴി. ഈ ലോകത്തെ വെറുപ്പും വിദ്വേഷവുമൊക്കെ ഒരു ദിവസം അവസാനിക്കുമെന്ന് അദ്ദേഹം ശരിക്കും വിശ്വസിച്ചു. ഭാഗം 2. പ്രവചനത്തിന്റെ ഭാരം. മഹത്തായ ആ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ വലിയ വഴിത്തിരിവിലേക്ക് നമുക്ക് വരാം. മൗണ്ട് മിയോബോക്കിലെ ഗ്രേറ്റ് ടോഡ് സേജിൽ നിന്ന് ലഭിച്ച ഒരു പ്രവചനം. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നിശ്ചയിച്ചത്. ആ പ്രവചനം ഇതായിരുന്നു: ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നശിപ്പിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി. ഈ വാക്കുകളുടെ ആ ഒരു വൈകാരികമായ ഭാരം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ കണ്ടെത്തണമെന്ന വലിയ ഉത്തരവാദിത്വമാണ് പിന്നീട് അദ്ദേഹത്തെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ പ്രവചനത്തിലെ വിദ്യാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും. ഇനി ഭാഗം 3. 2 തലമുറകളുടെ ഗുരു. ആ ശിഷ്യന്മാരുടെ നിരയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആ കുട്ടിയെ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര വളരെ സംഭവബഹുലമായിരുന്നു. തന്നെ ആദ്യത്തെ ശിഷ്യനായ മിനാറ്റോ നമിക്കാസെയാണ് ആ കുട്ടിയെന്ന് അദ്ദേഹം ആദ്യം കരുതി. കാരണം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഭാവിയിലെ 4th ഹൊക്കാഗെ കൂടിയായ മിനാറ്റോയുടെ കഴിവുകൾ. എന്നാൽ പിന്നീട് യുദ്ധത്തിന്റെ കെടുതികൾക്കിടയിൽ വെച്ച് ഹിഡൻ റെയിൻ വില്ലേജിലെ ആ 3 അനാഥ കുട്ടികളെ അദ്ദേഹം കണ്ടുമുട്ടി. നഗാറ്റോ, കൊനാൻ, പിന്നെ യാഹിക്കോ. ആ ഒരു കണ്ടുമുട്ടൽ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഒന്നാകെ മാറ്റിമറിച്ചു. ഈ അനാഥ കുട്ടികളെ ആ ക്രൂരമായ ലോകത്ത് എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം സംഭവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം നഗട്ടോയ്ക്ക് ഇതിഹാസമായ റിന്നഗാനുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ആലോചിച്ചു നോക്കൂ, ഇതിഹാസമായ സേജ് ഓഫ് 6 പാത്സിന്റെ അതേ കണ്ണുകൾ. അന്ന് ജിറയ്യ പൂർണ്ണമായും വിശ്വസിച്ചു, താൻ അന്വേഷിക്കുന്ന പ്രവചനത്തിലെ കുട്ടി ഇവൻ തന്നെയാണെന്ന്. അങ്ങനെ അവർക്ക് സ്വയം സംരക്ഷിക്കാനുള്ള എല്ലാ വിദ്യകളും അദ്ദേഹം പഠിപ്പിച്ചുകൊടുത്തു. ഭാഗം 4. നരുട്ടോയും ജിറയയും. ആ വലിയ ആത്മബന്ധം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നരുട്ടോ കടന്നുവരികയാണ്. തുടക്കത്തിൽ വലിയ ശല്യക്കാരനായി തോന്നിയ ആ കുട്ടിയിൽ തന്റെ പഴയ പ്രിയ ശിഷ്യനായ മെനാറ്റയുടെ അതേ തീപ്പൊരി അദ്ദേഹം പതിയെ കണ്ടു തുടങ്ങി. നരുട്ടോയ്ക്ക് കരുത്തുറ്റ ആ റസൻഗാൻ പഠിപ്പിച്ചതും അവന്റെ ഉള്ളിലെ 9 ടെയിൽസ് പവർ കൺട്രോൾ ചെയ്യാൻ സഹായിച്ചതുമെല്ലാം ഈ ഗംഭീരനായ ഗുരുവാണ്. എന്നാൽ വെറുമൊരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും മാറി നരുട്ടോയുടെ ഏകാന്തതയും സങ്കടങ്ങളും മാറ്റുന്ന വളരെ ആഴത്തിലുള്ള ഒരു കുടുംബബന്ധമായി അത് മാറിയെന്നതാണ് സത്യം. അവൻ ഒറ്റയ്ക്കായപ്പോഴെല്ലാം ജിറയ്യ ഒരു അച്ഛനെ പോലെ അവന്റെ കൂടെയുണ്ടായിരുന്നു. അതൊരു ഒന്നൊന്നര ബന്ധമായിരുന്നു. ഭാഗം 5. ഗുരുവും ശിഷ്യനും. ആ വേദനിപ്പിക്കുന്ന യുദ്ധം. എന്നാൽ ആ സന്തോഷകരമായ നാളുകൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അക്കാത്സുക്കി എന്ന നിഗൂഢ സംഘടന കൂടുതൽ കരുത്താർജിച്ചപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹം ഹിഡൻ റെയിൻ വില്ലേജിലേക്ക് തിരിക്കുകയാണ്. വളരെ അപകടകരമായ ആ മിഷനിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയൊരു ഇരുട്ടായിരുന്നു. ഹിഡൻ റെയിൻ വില്ലേജിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞത് വളരെ ഹൃദയഭേദകമായൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അക്കാത്സുകിയുടെ തലവനായ പെയിൻ എന്ന് വിളിക്കുന്ന ആ ശത്രു തന്റെ പഴയ പ്രിയ ശിഷ്യനായ നഗാറ്റോ ആണെന്ന് ഞെട്ടിക്കുന്ന സത്യം.
സമാധാനം സ്വപ്നം കണ്ട ആ പഴയ കുട്ടി ഇന്ന് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്തൊരു ഗതികേടാണല്ലേ. പിന്നീട് അവിടെ നടന്നത് വെറുമൊരു പോരാട്ടമായിരുന്നില്ല. അത് പ്രതീക്ഷയും നിരാശയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഒരു ഗുരുവും തന്റെ പഴയ ശിഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. തന്റെ ജീവനു വേണ്ടി മാത്രമല്ല, ലീഫ് വില്ലേജിന്റെയും നരുട്ടോയുടെയും ഭാവിക്ക് വേണ്ടി ജിറയ തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് ആ പവർഫുള്ളായ സേജ് മോഡിൽ പെയിനെതിരെ പോരാടുകയാണ്. ഭാഗം 6. ഏറ്റവും വലിയ ത്യാഗം. ഒരു ഇതിഹാസത്തിന്റെ അന്ത്യം. ആ പോരാട്ടത്തിന്റെ അവസാന ഘട്ടം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. 6 ശരീരങ്ങളിലായി വന്ന പെയിൻ അതിശക്തനാണെന്നും തനിക്കിനി ജീവനോടെ തിരികെ പോകാൻ കഴിയില്ലെന്നും ജിറയ പതിയെ തിരിച്ചറിഞ്ഞു. അതെ, തന്റെ അവസാന നിമിഷങ്ങൾ അടുത്തുവെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി. എന്നാൽ മരണത്തിന്റെ വക്കിൽ ശരീരം തളർന്നു വീഴുമ്പോഴും ആ യഥാർത്ഥ നായകൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ലീഫ് വില്ലേജിനെ രക്ഷിക്കാനും പെയിനെ തോൽപ്പിക്കാനുമുള്ള ഏറ്റവും നിർണായകമായ ഒരു സൂചന തന്റെ അവസാന ശ്വാസത്തിലും അദ്ദേഹം തന്റെ തവളയായ ഫുകാസാക്കുവിന്റെ പുറത്ത് ഒരു കോഡ് ഭാഷയിൽ എഴുതിച്ചേർത്തു. അതൊരിക്കലും ഒരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയത് നരുട്ടോ ആയിരുന്നു. നരുട്ടോ ഉസുമാക്കിയുടെ കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. ആനിമെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിലൊന്നാണിത്. തനിക്കെന്നും പ്രതീക്ഷ നൽകിയ, തന്നെ ഒരിക്കലും കൈവിടാത്ത ആ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തകളോടെയാണ് അദ്ദേഹം മരണത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നത്. ആ വാക്കുകളിലെ അഭിമാനവും വികാരവും നമ്മളെ ശരിക്കും കണ്ണു നനയിക്കും. യഥാർത്ഥ ഹീറോസ് ഒരിക്കലും പിന്മാറില്ല എന്ന് ജിറയ തന്റെ മരണം കൊണ്ട് തെളിയിച്ചു. അദ്ദേഹം നരുട്ടോയുടെ വെറുമൊരു ഗുരു ആയിരുന്നില്ല, മറിച്ച് അവന് പുതിയൊരു ജീവിതവും ഒരിക്കലും തളരാത്ത പ്രതീക്ഷയും നൽകിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ധീരനായി സന്യാസി ദ ഗാലന്റ് സേജ് ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത ഒരു ഇതിഹാസമായി ഇന്നും നിലനിൽക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ജിറയ വിശ്വസിച്ച ആ യഥാർത്ഥ പ്രവചനത്തിലെ കുട്ടിക്ക് ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ? ആ വലിയ ഉത്തരവാദിത്തം നരുട്ടോ എങ്ങനെയാണ് ഏറ്റെടുത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നരുട്ടോയുടെ തുടർന്നുള്ള യാത്രകൾ നമുക്ക് കാണിച്ചു തരും. ഇന്നത്തെ ഈ കഥാവിശകലനം കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി. ഇത് നിങ്ങൾക്ക് വളരെ രസകരമായി തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.